Hi everyone, welcome back to Harrison Academy. I am Rizwan Ramzan Ahmad. This is our YouTube marketing series continuation. And അതിൽ തന്നെ YouTube optimization എന്ന ടോപ്പിക്കിന്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇതിനു മുന്നേയുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ just click here and watch the video. And to not miss out any of the future videos, please make sure you subscribe to the channel as well. So ഇതിൽ നമ്മൾ ആക്ച്വലി സംസാരിക്കാൻ പോകുന്നത് ബാനർ ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എല്ലാ ആൾക്കാരും മിസ്റ്റേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ബാനർ ഇമേജ് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ചാനൽ സെർച്ച് ചെയ്തിട്ട് ആ ചാനലിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് അവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് അവിടെ ബാനർ പോലെ കാണാനായിട്ട് സാധിക്കും, റൈറ്റ്? സോ അതിനെ തന്നെയാണ് ബാനർ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ 1-2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. മിസ്റ്റർ ബീസിൻ്റെ അക്കൗണ്ട് കാണാനായിട്ട് സാധിക്കും, യസീറിൻ്റെ അക്കൗണ്ട് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഹാരിസൺ അക്കാദമിയുടെ ബാനർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ ഈ ബാനർ ഇമേജ് എല്ലാ ഡിവൈസിലും ഒരേപോലെ എല്ലാം കാണാം. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം. ഓക്കെ, നമ്മളെപ്പോഴും ഈ ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ ഒക്കെ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ സെറ്റ് ചെയ്യും. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്മാർട്ട് ഡിവൈസ്, TV പോലുള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ഒരു റേഷ്യോ ഉണ്ട്. ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഒരു റേഷ്യോ ഉണ്ട്. മൊബൈൽ ഫോൺ അഥവാ എല്ലാ ഡിവൈസസും ഇൻ ജനറൽ ആയിട്ട് കാണുന്ന ഒരു പോർഷനും കൂടെ ഇതിലുണ്ട്. സോ ജനറലി ഒരു ബാനേജ് പെയിന്റ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2048 പിക്സൽസ് ഇൻറ്റു 1152 പിക്സൽസ് ആണ് ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഇത് എൻറ്റയർ TV സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു ഇമേജിന്റെ റേഷ്യോ ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, നിങ്ങൾ ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ചേഞ്ച് അഥവാ ആഡ് ബാനർ ഇമേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോപ്പപ്പ് ഓപ്പൺ ആവും. അവിടെ നിങ്ങൾക്ക് ഒരു ഇമേജ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. ഏതെങ്കിലും ഒരു ഇമേജ് ഇപ്പോൾ തൽക്കാലം ക്ലിക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഒരു ഇമേജ് കൊടുത്ത സമയത്തായിട്ട് അതെനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു TV ആണെന്നുണ്ടെങ്കിൽ ഇത്രേ കാണാൻ പറ്റാം. ഓക്കെ, ഡെസ്ക്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയാണ് കാണാൻ പറ്റുക. ഒരു മൊബൈൽ ഡിവൈസ് ആണെങ്കിൽ ഇത്രയാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. സോ നമ്മൾ ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. എല്ലാ ഡിവൈസിലും കാണുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യണം. കാരണം എന്താ, അതില്ലാത്തടത്തോളം നിങ്ങളൊരു ഇമേജ് അപ്ലോഡ് ചെയ്തതിനാൽ ആർക്കും ആ സാധനം കാണാനായിട്ട് പറ്റൂല. സോ ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യുക. ജസ്റ്റ് സിമ്പിളായിട്ട് അവിടെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടും എല്ലാവർക്കും ഈ സംഭവം കാണാനായിട്ട് പറ്റൂല. സോ നിങ്ങളൊരു ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, എൻഷുർ ചെയ്യാം. എങ്ങനെ ഒരു നല്ല ബാനർ ഇമേജ് ഏറ്റവും സിമ്പിളായിട്ട് ഒരു പണിയില്ലാതെ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യാം, എൻഷുർ ചെയ്യാം. നമ്പർ 2, എന്തിനാണ് ബാനർ ഇമേജ് എന്നുള്ളതാണ്. നിങ്ങളുടെ പേജിലേക്ക് വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു സെക്ഷനാണ് ബാനർ ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കുറേ കൂടെ എന്താണ് ചാനൽ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സാധിക്കും. സോ ഇതല്ലാതെ ഒരു ബാനർ ഇമേജ് ഉള്ള ഒരു ചാനലിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ബെറ്റർ ആണെന്നുള്ളത് ഞാൻ ഒരുപാട് സ്ഥലത്ത് വായിച്ചിട്ടും യൂട്യൂബ് തന്നെ പറയുന്നതുകൊണ്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ യു അപ്ലോഡ് എ ബാനർ ഇമേജ് ആസ് വെൽ. സോ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ സബ്സ്ക്രൈബ് നൗ ടു നോട്ട് മിസ് ഔട്ട് എനി ഓഫ് ദ ഫ്യൂച്ചർ വീഡിയോ. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്തിട്ട് ഒരു ബാനർ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് 0 pictures.